എല്ലാവർക്കും നമ്മുടെ എയിം സ്റ്റഡി സെന്റർ പാലക്കാടിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ വി ബാലകൃഷ്ണൻ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഓഗസ്റ്റ് 23 നടക്കാൻ വേണ്ടി പോകുന്ന പ്രീ പ്രൈമറി ടീച്ചർ അല്ലെങ്കിൽ നഴ്സറി ടീച്ചർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിനെ കുറിച്ചാണ്. മനസ്സിലായില്ലേ? ഓക്കെ. പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ പ്രീ പ്രൈമറി എന്നറിയപ്പെടുന്നുണ്ട്, പ്രിപ്പറേറ്ററി എന്നറിയപ്പെടുന്നുണ്ട്, പ്രീ പ്രൈമറി ടീച്ചർ എന്നറിയപ്പെടുന്നുണ്ട്, നഴ്സറി ടീച്ചർ എന്നറിയപ്പെടുന്നുണ്ട്, അംഗനവാടി ടീച്ചർ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്, വികാസവാടി ടീച്ചർ എന്നൊക്കെ പണ്ടറിയപ്പെട്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒക്കെ പൊതുവായിട്ടുള്ള ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതായത് ഔപചാരിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് സമഗ്രമായി കുട്ടികളെ വളർത്തിയെടുക്കുക, തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എൻ്റെ കയ്യിൽ നിങ്ങളുടെ 10 ടോപ്പിക്കിലുള്ള 100 ചോദ്യങ്ങൾ. ഓക്കെ, 10 ടോപ്പിക്ക്. അതെല്ലാവർക്കും നിങ്ങൾക്ക് അറിയുന്നതാണ്. ശിശു വിദ്യാഭ്യാസം, സാമൂഹിക ദാർശനിക അടിത്തറ 10 മാർക്ക്, പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, വിവിധ ഏജൻസികൾ 10 മാർക്ക്, കുട്ടികളുടെ ആരോഗ്യവും പ്രതിരോധവും 10 മാർക്ക്, ശിശു വികസനവും മനഃശാസ്ത്രവും 12 മാർക്ക്, പ്രീ സ്കൂൾ പുതിയ സമീപനങ്ങൾ 12, ശിശുപ്രവർത്തനങ്ങളും സങ്കേതങ്ങളും 16 മാർക്ക്, പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ 7 മാർക്ക്, ശിശു വികസന സ്ഥാപനങ്ങൾ സംഘാടനം 7 മാർക്ക്, പോഷണം പോഷകാഹാരം 10 മാർക്ക്, അതേപോലെ തന്നെ പ്രീ സ്കൂൾ സമൂഹവും അതിൻ്റെ പങ്ക്, ഇങ്ങനെ 10 വിഷയമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മാതൃകാ പരീക്ഷ പോലെയാണ്. ഓക്കെ, ഈ 10 വിഷയവും ഞാൻ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ട് എടുക്കും. ഓക്കെ, പക്ഷേ ഇന്ന് നിങ്ങളുടെ ഒരു ഓവറോൾ അറിവ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 100 മാർക്കിൻ്റെ ഒരു പരീക്ഷ പോലുള്ള ഒന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ജഡ്ജ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ നിലവാരം എത്രയുണ്ട് എന്ന് അളന്നു വെക്കുക. ഓക്കെ, നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നറിയേണ്ടതാണ്, അല്ലേ? എങ്കിൽ മാത്രമേ നമുക്ക് എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി പറ്റൂ. സോ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് വെച്ചാൽ ഈ നഴ്സറി സ്കൂൾ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ അറിവിൻ്റെ നിലവാരം എന്ത് എന്നറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ച് തീരുമാനിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് ഈ 10 ടോപ്പിക്ക് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പരീക്ഷ, ഒരു മോഡൽ പരീക്ഷ പോലെ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നതാണ്. ഇത് ഞാൻ ഈ 10 ടോപ്പിക് ഉണ്ടെങ്കിൽ തന്നെയും ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പാകത്തിന്, നിങ്ങൾക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പാകത്തിന് ഞാൻ ചില ഇംഗ്ലീഷ് വാക്കൊക്കെ ഉപയോഗിക്കും കേട്ടോ, പേടിക്കണ്ട. കോംപ്രിഹെൻഡ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ധരിക്കുക, അതായത് ആശയധാരണം എത്രത്തോളം നടക്കും എന്നറിയാൻ വേണ്ടിയിട്ട് 5 വീതം സെറ്റുള്ള 5 സെറ്റ് 20 വീതം ചോദ്യങ്ങളുള്ള 5 സെറ്റ് പരീക്ഷകളാണ് നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. അല്ലാതെ 100 ചോദ്യം ഒറ്റയടിക്ക് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതിന് നമ്മൾ പറയുന്നത് സമ്പൂർണ്ണ രീതി എന്നാണ്, മാസ്ഡ് ലേണിംഗ് ആണ്. എന്ന് വെച്ചാൽ 1 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ ഒറ്റയടിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ നിങ്ങൾക്കത് ബോറിംഗ് ആയി തോന്നും. മാത്രമല്ല ഗ്രഹിക്കാൻ ഒരു പ്രയാസം തോന്നും. അത്തരം പഠന രീതിക്ക് മനഃശാസ്ത്രത്തിൽ പറയുന്നത് മാസ്ഡ് ലേണിംഗ് എന്നാണ്. MACSSED, മാസ്ഡ് ലേണിംഗ്. പക്ഷെ മാസ്ഡ് ലേണിംഗ് നമുക്ക് ഇവിടെ പറ്റില്ല. കാരണം നിങ്ങളുടെ നിലവാരം 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ TTC അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക കോഴ്സ്, ഇത്ര മാത്രമാണ് നിങ്ങളുടെ നിലവാരം. അപ്പോൾ ഒരു ഹയർ നിലവാരത്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കോഗ്നിറ്റീവ് സ്കീമ
അത്രയൊന്നും വളർന്നിട്ടുണ്ടാവുകയും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഭാഗികമായ രീതിയിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റൂ. അതുകൊണ്ട് ഞാൻ 20 വീതം ചോദ്യങ്ങളുള്ള 5 സെറ്റുകളാക്കി ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, അത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി ഓഗസ്റ്റ് 23-ന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ 10 സ്പെഷ്യൽ ടോപ്പിക്കുകൾ, അതായത് സ്പെഷ്യൽ ടോപ്പിക് ഇൻ ദ സെൻസ് ദാറ്റ് ഒരു ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നത് ശിശു വിദ്യാഭ്യാസം, അതിൻ്റെ സാമൂഹിക ദാർശനിക അടിത്തറ മാത്രമായിരിക്കും. അതിൽ രോഗങ്ങൾ വരില്ല, പ്രതിരോധം വരില്ല, വികാസം വരില്ല, വളർച്ച വരില്ല, പ്രീ പ്രൈമറി പദ്ധതികൾ വരില്ല, ദേശീയ ഏജൻസികളൊന്നും വരില്ല. ആകെ വരുന്നത് ശിശു വിദ്യാഭ്യാസം, അതിൻ്റെ സോഷ്യൽ ആൻഡ് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ, ഇത്രയും വരും. അങ്ങനെ ഓരോ ടോപ്പിക്കും ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്ത് നിങ്ങൾക്ക് തരും. ഇത് കഴിഞ്ഞതിന് ശേഷം എന്തായാലും നമ്മുടെ മുന്നിൽ ഇന്ന് 3-ാം തീയതി ആയതേ ഉള്ളൂ, 20 ദിവസം കൂടിയുണ്ട്. ഞാൻ അടുപ്പിച്ച് വന്ന് ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരും. അപ്പം ഞാൻ സമയം അധികം കളയുന്നില്ല. ആദ്യത്തെ 20 ചോദ്യത്തിൻ്റെ ഭാഗത്തിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്, ലൈവ് ക്ലാസ് അല്ല. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ശിശു വിദ്യാഭ്യാസത്തെയും ശിശു വികസനത്തെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ശിശു വിദ്യാഭ്യാസത്തെയും ശിശു വികസനത്തെയും, ശിശു വിദ്യാഭ്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? ചൈൽഡ് എഡ്യൂക്കേഷൻ. ചൈൽഡ് എഡ്യൂക്കേഷൻ ഞാൻ അധികം എഴുതുന്നില്ല, ആദ്യം മാത്രം ഞാൻ എഴുതുന്നു. പിന്നെ ശിശു വികാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈൽഡ് ഡെവലപ്മെന്റ്. അപ്പോൾ ചൈൽഡ് എഡ്യൂക്കേഷനെയും ചൈൽഡ് ഡെവലപ്മെന്റിനെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഇതാണ് ചോദിച്ചത്. എ ബുദ്ധിശക്തി, ഇന്റലിജൻസ്. ബി ചുറ്റുപാടുകൾ, എൻവയോൺമെന്റ്സ്. സി ഇവ രണ്ടും. ഡി ഇതൊന്നുമല്ല. അതായത് നിങ്ങൾ പ്രത്യേകിച്ചൊരു കോഴ്സും ചെയ്തിട്ടില്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് സാമാന്യ വിവരം ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഉത്തരം എഴുതാവുന്ന ഒരു ചോദ്യമാണ്. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തെയും ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഒന്ന് കുട്ടിയുടെ ബുദ്ധിശക്തി അഥവാ കുട്ടിയുടെ IQ, മറ്റൊന്ന് കുട്ടിയുടെ ചുറ്റുപാടുകൾ അഥവാ കുട്ടിയുടെ എൻവയറോൺമെന്റ്സ്. അപ്പോൾ ഇന്റലിജന്റും എൻവയോൺമെന്റ്സും. അപ്പോൾ നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവ രണ്ടും. ഇതാണ് അതിൻ്റെ ഉത്തരം. ശിശു വിദ്യാഭ്യാസത്തെയും ശിശു വികാസത്തെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ബുദ്ധിശക്തി മാത്രമല്ല, ചുറ്റുപാടുകൾ മാത്രമല്ല, പിന്നെ ഇതൊന്നുമല്ല, തെറ്റാണ്. പിന്നെ ബുദ്ധിശക്തിയും ചുറ്റുപാടുകളും രണ്ടും ചേർന്നതാണ് ഇതിനെ സ്വാധീനിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് വേറെ ചോദ്യത്തിലേക്ക് പോകാം, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. പിന്നെ താഴെ പറയുന്നവയിൽ ശിശു വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. ഇനി പറയുന്നവയിൽ ചൈൽഡ് എഡ്യൂക്കേഷൻ്റെ, ഇവിടെ ചൈൽഡ് എന്ന് പറയുന്നത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഇപ്പം നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം നിങ്ങൾക്കറിയാം, 2020 ദേശീയ വിദ്യാഭ്യാസ നയം, ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി, അതായത് NEP 2020, അതായത് അത് നിലവിൽ വന്നത് 2020 ജൂലൈ 29-നാണ്. അതൊക്കെ ചോദിച്ചു എന്ന് വരാൻ പരീക്ഷയ്ക്ക് കേട്ടോ, അത് വേറെ വിഷയമാണ്. അപ്പോൾ NEP 2020 നിലവിൽ വന്നത് 2020 ജൂലൈ 29. അത് പ്രകാരം നമുക്കറിയാം പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 3 വർഷത്തേക്കുള്ള വിദ്യാഭ്യാസമാണ്. അപ്പൊ 3 വർഷത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞ് 6-ാം വയസ്സിലാണ് കുട്ടി 1-ാം ക്ലാസ്സിലേക്ക് ചേരുന്നത്.
മനസ്സിലായില്ലേ? 3, 4, 5 ഈ വർഷം കഴിഞ്ഞ് 6-ാം വയസ്സിൽ 1ാമത്തെ ക്ലാസ്സിലേക്ക് ചേരുന്നു. അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് കുട്ടികളെ അഡ്മിഷൻ നേടുന്നത് 6ാമത്തെ വയസ്സിലാണ് എന്നാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം പറയുന്നത്. പക്ഷേ കേരളം പറയുന്നു ഞങ്ങൾ 5ാം വയസ്സിൽ തന്നെ, ഇപ്പോഴെങ്ങനെയാണോ 5 വയസ്സിൽ 1ാം ക്ലാസ് ആരംഭിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പിന്നീടും തുടങ്ങും എന്നാണ് കേരളം പറയുന്നത്. പക്ഷെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് കേരളത്തിന് എത്രത്തോളം ഇത് 5ാം വയസ്സിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും കേരളത്തിലും ഇതിലേക്ക് വരേണ്ടി വരും. കാരണം ഈ പദ്ധതിയിൽ കൂടിയാണ് പല പണവും ഗ്രാൻസും ധനസഹായങ്ങളൊക്കെ കേരളത്തിന് അനുവദിച്ചു കിട്ടുന്നത്. അപ്പൊ കേന്ദ്ര നയം അതേപടി സ്വീകരിക്കാതിരുന്നാൽ ചിലപ്പോൾ ഇത്തരം ധനസഹായങ്ങളൊക്കെ ലഭിച്ചില്ല എന്ന് വരും. ഒടുവിൽ നമ്മൾ ഈ പാറ്റേണിലേക്ക് തന്നെ പോകേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോ താഴെ പറയുന്നവയിൽ ശിശു വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങളാണ് ശിശുക്കളുടെ ആരോഗ്യ പരിരക്ഷ, പിന്നെ പോഷണവും പോഷകാരോഗ്യവും. ശിശുക്കളുടെ ആരോഗ്യ പരിരക്ഷ എന്ന് വെച്ചാൽ കുട്ടികളുടെ ഹെൽത്ത് സെക്യൂരിറ്റി. 2 പോഷണവും പോഷകാഹാരവും, ന്യൂട്രീഷൻ ആൻഡ് ഫുഡ് ന്യൂട്രീഷൻ. 3 ശിശുക്കളുടെ സമഗ്രമായ വളർച്ച, കോംപ്രിഹെൻസീവ് ഗ്രോത്ത് ഓഫ് ചിൽഡ്രൻ. അപ്പോ ശിശു വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായിട്ട് നമ്മൾ കാണുന്നത് ഇവയെല്ലാം. നോക്കുക, ശിശുക്കളുടെ ആരോഗ്യ പരിരക്ഷ, 2 പോഷണവും പോഷകാരോഗ്യവും, 3 ശിശുക്കളുടെ സമഗ്രമായ വളർച്ച. ഈ പ്രീ പ്രൈമറി ടീച്ചർ പരീക്ഷ അഥവാ നഴ്സറി ടീച്ചർ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കുറെ വായിക്കണം, പിന്നെ കുറെ നിങ്ങളുടെ മനസ്സൊന്ന് തുറന്നു വിടണം. മനസ്സ് നമ്മുടെ സമൂഹത്തിലേക്ക് ചലിപ്പിക്കണം, കുട്ടികളിലേക്ക് ചലിപ്പിക്കണം. കുട്ടികളെ കാണുക, കുട്ടികളെ നിരീക്ഷിക്കുക, അവരെന്താണ് ചെയ്യുന്നത് എന്ന് നോക്കുക. ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികളെ തന്നെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടും. ജീൻ പിയാഷെ പോലുള്ള വൈജ്ഞാനിക ചിന്തകന്മാർ പല കാര്യങ്ങളും നമ്മോട് പറഞ്ഞത് പിയാഷെ തൻ്റെ തന്നെ മക്കളെ നിരീക്ഷിച്ച് വിശകലനം ചെയ്തുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ പുസ്തകങ്ങളെ മാത്രം ആശ്രയിക്കാതെ സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും ഒരു സാമൂഹ്യമായ രീതിയിൽ കണ്ടുകൊണ്ട് ഇതിന് ഉത്തരെഴുതാൻ ശ്രമിക്കണം. അപ്പോ ഓട്ടോമാറ്റിക്കലി ദ വിൻഡോസ് ഓഫ് യുവർ ബ്രെയിൻ വിൽ ബി ഓപ്പൺ. നിങ്ങളുടെ തലച്ചോറിന്റെ പടിവാതിലുകൾ, അതിൻ്റെ ജനവാതിലുകൾ തുറക്കപ്പെടും. അപ്പൊ തന്നെ നിങ്ങൾക്ക് ശരിയായ ഉത്തരം കിട്ടും. അപ്പോ ശിശുക്കളുടെ ആരോഗ്യ പരിരക്ഷ, പോഷണവും പോഷകാരോഗ്യവും, 3 ശിശുക്കളുടെ സമഗ്രമായ വളർച്ച. ഇത് 3ഉം നമ്മുടെ നഴ്സറികളിൽ കൂടി നമ്മൾ ലക്ഷ്യമാക്കുന്നതാണ്. അപ്പൊ ആൻസർ ഡി. അടുത്തത്, സാർവത്രിക വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ആരുടെ രചനകളിലാണ്? ഇത് വിദ്യാഭ്യാസത്തിന്റെ സാമൂഹിക ദാർശനിക അടിത്തറ എന്ന ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ്. വിദ്യാഭ്യാസത്തിന്റെ സാമൂഹിക ദാർശനിക അടിത്തറ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ് ഇത്. കാരണം ഇത് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് സാർവത്രിക വിദ്യാഭ്യാസം അഥവാ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ. നമുക്ക് ഇന്ന് ഇന്ത്യയിൽ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ ഉണ്ട് അല്ലെ? UEE, അതായത് പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ സാർവത്രികവൽക്കരണം നമ്മുടെ ഒരു ലക്ഷ്യമാണ്. പണ്ട് മുതലേ നമ്മൾ ലക്ഷ്യമാക്കി കൊണ്ടുവന്ന ഒരു കാര്യമാണ്
പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ യൂണിവേഴ്സലൈസേഷൻ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ. ഇതിൽ കൂടി നമ്മൾ പലതും ലക്ഷ്യമാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത്, ഈ ഫിലോസഫേഴ്സിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി പ്രകാരം 1993 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഈ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. അത് പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളും വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 1993 എന്ത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി ആരംഭിച്ചത്. അതുപോലെ തന്നെ 1994 DPEP പദ്ധതി തുടങ്ങിയത്. ഇതൊക്കെ ഇതിൻ്റെ ഹിസ്റ്ററിയാണ്. ഇതൊക്കെ നിങ്ങളോട് ചോദിച്ചു എന്ന് വരാം. വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിക്കില്ല. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ UEE അതിൻ്റെ ലക്ഷ്യം എന്താണ്? അതായത് അതിന് 5 ലക്ഷ്യങ്ങളാണുള്ളത്. അത് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എപ്പോഴും ബൈഹാർട്ട് പഠിക്കുന്ന രീതി, ഈ ചോദ്യത്തിന് ഞാൻ ഈ 4 ഏതെങ്കിലും ഒരാളുടെ ഉത്തരം പറഞ്ഞങ്ങ് പോയാൽ എനിക്ക് തൃപ്തി വരില്ല, നിങ്ങൾക്കും തൃപ്തി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വിവരങ്ങൾ പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ അഥവാ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ സാർവത്രികവൽക്കരണം എന്നത് ലക്ഷ്യമിട്ടിരിക്കുന്നത് 5 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം യൂണിവേഴ്സൽ, ഞാനതിനെ മലയാളത്തിൽ എഴുതാം, നിങ്ങൾക്ക് കൂടുതൽ മലയാളമായിരിക്കും താല്പര്യം. സാർവത്രിക ലഭ്യത. സാർവത്രിക ലഭ്യത എന്ന് വെച്ചാൽ സ്കൂളിൽ ചേരാൻ താല്പര്യമുള്ള എല്ലാ കുട്ടികൾക്കും അതിനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. സ്റ്റേറ്റ് ഒരുക്കി കൊടുക്കണം കേട്ടോ. സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഭരണകൂടം എന്നാണ് അർത്ഥം, അല്ലാതെ സംസ്ഥാനം എന്നല്ല. അതായത് എന്ത് ചെയ്യണം? നമ്മൾ സാർവത്രിക ലഭ്യത ഉറപ്പുവരുത്തുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയം, ഒരു LP വിദ്യാലയം ഉള്ളതെങ്കിൽ നോർമലി യാത്രാ സൗകര്യമില്ല എന്ന് സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ ഈ കുട്ടി അവിടത്തേക്ക് ചെല്ലാൻ മടിക്കും. അപ്പോൾ കുട്ടി സ്കൂളിലേക്ക് ചെല്ലുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? നോർമലി സ്കൂള് കുട്ടിയിലേക്ക് വരണം. അങ്ങനെയല്ലേ? ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ലെങ്കിൽ പിന്നെ കാര്യം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണം. അതേപോലെ സാർവത്രിക ലഭ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ പ്രവേശനത്തിനുള്ള സൗകര്യം ലഭ്യമാക്കി കൊടുക്കുക. എങ്കിൽ മാത്രമേ കുട്ടികൾ സ്കൂളിലേക്ക് വരൂ. ഇപ്പൊ തന്നെ നമ്മുടെ സർക്കാരിൻ്റെ പല പദ്ധതിയുണ്ട്. പദ്ധതികൾ കടലാസിൽ മാത്രമാണ്, വേറെ ഒന്നുമല്ല. ഇപ്പോൾ ആദിവാസി പദ്ധതികൾ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വാഹന സൗകര്യമുണ്ട്. അതിൻ്റെ പേരാണ് വിദ്യാവാഹിനി, അതായത് പഴയ ഗോത്രസാരഥി പദ്ധതി. ഓക്കെ, അതിൻ്റെ പേര് മാറ്റിയിട്ടാണ് ഇപ്പൊ വിദ്യാവാഹിനി എന്ന പേര് ഇട്ടത്. അതേപോലെ ആദിവാസി പട്ടികജാതി കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി സൈക്കിൾ വിതരണം ചെയ്യുന്ന പദ്ധതിയൊക്കെ ഉണ്ട്. അതെന്തിനാണ്? സ്കൂളിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നാമത്തത് സാർവത്രിക ലഭ്യത. ഇനി രണ്ടാമത്തത്, ഞാൻ പറഞ്ഞു 5 ഇപ്പൊ രണ്ടാമത്തത് സാർവത്രിക ലഭ്യത കഴിഞ്ഞാൽ പിന്നെ സാർവത്രിക പ്രവേശനം, അതായത് യൂണിവേഴ്സൽ അഡ്മിഷൻ. അപ്പൊ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ഈ മഷി എനിക്ക് തോന്നുന്നു പച്ച മഷി അത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണൂല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോ ഒന്നാമത്തത് യൂണിവേഴ്സൽ
ആക്സസ്, സാർവത്രിക ലഭ്യത. രണ്ടാമത്തത് സ്കൂൾ ലഭ്യമാക്കി കൊടുത്തത് കൊണ്ട് മാത്രം കാര്യമായില്ല, സ്കൂളിലേക്ക് കുട്ടികളെ പ്രവേശിപ്പിക്കുകയും വേണം. സ്കൂൾ എവിടെ ഉണ്ട്, കുട്ടികൾ വരുന്നില്ല, അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ കുട്ടികളെ സ്കൂളിലേക്ക് പ്രവേശിപ്പിക്കണം. അതായത് രണ്ടാമത്തതാണ് യൂണിവേഴ്സൽ അഡ്മിഷൻ. അതായത് നിങ്ങളുടെ വാർഡിൽ 100 കുട്ടികളുണ്ടെങ്കിൽ ഈ 100 കുട്ടികളും 1ാം ക്ലാസ്സിൽ ചേരുന്നു എന്ന് ഉറപ്പുവരുത്തണം. അത് അവിടുത്തെ ജനപ്രതിനിധികളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും രക്ഷിതാക്കളുടെയും എല്ലാവരുടെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഒക്കെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആണ്. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് യൂണിവേഴ്സൽ അഡ്മിഷൻ, സാർവത്രിക പ്രവേശനം. ഇനി സാർവത്രിക പ്രവേശനം ഉണ്ടായാൽ മാത്രം പോരാ, സ്കൂളിൽ ചേർന്നാൽ മാത്രം പോരാ, ആ വർഷം മുഴുവനും സ്കൂളിൽ അവർ നിലനിൽക്കണം. അതായത് ഇടയ്ക്ക് വെച്ച് കൊഴിഞ്ഞു പോകാൻ വേണ്ടി പാടില്ല. അതിൻ്റെ പേരാണ് സാർവത്രിക നിലനിർത്തൽ. എല്ലാവരും പറയുക എൻ്റെ കൂടെ, സാർവത്രിക നിലനിർത്തൽ. അതിൻ്റെ പേര് യൂണിവേഴ്സൽ റിറ്റൻഷൻ. യൂണിവേഴ്സൽ റിറ്റൻഷൻ. ഇനി എല്ലാവരെയും സ്കൂളിൽ, അതായത് ജൂൺ 1 സ്കൂൾ തുടങ്ങി മാർച്ച് 31 സ്കൂൾ അവസാനിക്കുന്നത് വരെ ഈ കുട്ടികൾ അവിടെ തന്നെ ഉണ്ടായിരിക്കണം. ഇടയ്ക്ക് വെച്ച് ആരും കൊഴിഞ്ഞു പോകരുത്. കൊഴിഞ്ഞു പോക്ക് അറിയാലോ, വേസ്റ്റേജ്. ഈ വേസ്റ്റേജ് ആൻഡ് സ്റ്റാഗ്നേഷൻ, ഇതാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നങ്ങളെന്ന് ഹാർട്ടോഗ് കമ്മിറ്റി 1929 ഹാർട്ടോഗ് കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒരു ചോദ്യത്തിന്റെ കൂടെ പറയും. നിങ്ങൾ വിചാരിക്കും ഞാൻ കാട് കയറിയാണ് എന്ന്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പൊ ഒരു പുതിയ ചോദ്യത്തിന് ഉത്തരവ് കിട്ടി. വേസ്റ്റേജ് ആൻഡ് സ്റ്റാഗ്നേഷൻ, അപവ്യയവും കൊഴിഞ്ഞുപോക്കും. വേസ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോവുക. പിന്നെ സ്റ്റാഗ്നേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൽ ഒന്നിലധികം വർഷം ഇരിക്കുക, അതായത് തോക്കുക. കൊഴിഞ്ഞു പോവുക, തോൽക്കുക, ഇത് രണ്ടുമാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് 1929 ഹാർട്ടോഗ് കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട്. അല്ലാണ്ട് ഇതൊന്നും നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷം കണ്ടെത്തിയ കാര്യമൊന്നും അല്ല. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? യൂണിവേഴ്സൽ നിലനിർത്തൽ കഴിഞ്ഞാൽ പിന്നെ യൂണിവേഴ്സൽ സക്സസ്, എല്ലാവരെയും വിജയം ഉണ്ടാക്കണം. അതായത് യൂണിവേഴ്സൽ സക്സസ് അഥവാ യൂണിവേഴ്സൽ ആയിട്ടുള്ള വിജയം, സാർവത്രിക വിജയം. ഇനി സാർവത്രിക വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെന്താ ഉണ്ടാവുന്നത്? സാർവത്രിക നീതി പുലരും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് 5 ലക്ഷ്യങ്ങളാണ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷനിൽ ഉണ്ടായിരുന്നത്. 1 സാർവത്രിക പ്രവേശനം, 2 സാർവത്രിക നിലനിർത്തൽ, 1 സാർവത്രിക ലഭ്യത, 2 സാർവത്രിക പ്രവേശനം, 3 സാർവത്രിക നിലനിർത്തൽ, 4 സാർവത്രിക വിജയം, 5 സാർവത്രിക നീതി. അപ്പോഴാണ് നീതി പുലരുക സമൂഹത്തിൽ. ഇതാണ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷന്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടമായിട്ട് പറയുന്നത്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. എൻ്റെ ക്വസ്റ്റ്യൻ അതൊന്നും അല്ല. എൻ്റെ ക്വസ്റ്റ്യൻ സാർവത്രിക വിദ്യാഭ്യാസം, അതായത് യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ എന്ന ആശയം എത്രയോ മുമ്പ് ലോകത്തിൽ അവതരിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ചോദ്യം. സാർവത്രിക വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ആരുടെ രചനകളിലാണ്? കൊമീനിയസ് എന്ന വിദ്യാഭ്യാസ ചിന്തകന്റെ
വിദ്യാഭ്യാസ ദാർശനികന്റെ, മനഃശാസ്ത്രജ്ഞനല്ല, ദാർശനികൻ, വിദ്യാഭ്യാസ ദാർശനികന്റെ ചിന്തയിലാണ് ഈ ആശയം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. ഓക്കെ, കൊമീനിയസ്. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നുകൂടി അറിയപ്പെടുന്നത് കൊമീനിയസ് ആണ്. ആധുനിക ബോധനശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെർബാർട്ടാണ്. ഇത് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പിതാവ് കൊമീനിയസ്. തെറ്റിപ്പോകരുത് നിങ്ങൾ. വിദ്യാഭ്യാസം എന്ന് പറയുന്ന വലിയ കാര്യമാണ്. എന്നാൽ ബോധനം എന്ന് പറയുന്നത് ക്ലാസ് മുറിയിൽ നടക്കുന്ന, അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ നടക്കുന്ന ബോധന പ്രക്രിയയാണ്, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സാണ്. അതിനെയാണ് നമ്മൾ ബോധനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആധുനിക ബോധനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെർബാർട്ടാണ്. ഹെർബാർഷ്യൻ സമീപനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ബോധനത്തിന്റെ ഹെർബാർഷ്യൻ സമീപനം. അപ്പൊ ബോധനത്തിന്റെ പിതാവ് ഹെർബാർട്ടും വിദ്യാഭ്യാസത്തിന്റെ പിതാവ് കൊമീനിയസും. ആ കൊമീനിയസ് ആണ് സാർവത്രിക വിദ്യാഭ്യാസം എന്ന ആശയം ലോകത്ത് തന്നെ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത്. അതായത് ഒരു 16-ാം നൂറ്റാണ്ടിൽ. ഓക്കെ, ശരി. കുട്ടികളുടെ പ്രകൃതം പരിഗണിച്ചാവണം വിദ്യാഭ്യാസം. കുട്ടികളുടെ നേച്ചർ പ്രതികരിച്ചാവണം, അത് പരിഗണിച്ചാവണം വിദ്യാഭ്യാസം നൽകേണ്ടത്. ഈ കുട്ടികളുടെ എന്നൊക്കെ പറയുന്നത് ഇവിടെ നഴ്സറി സ്കൂൾ കുട്ടികളുടേതാണ് കേട്ടോ. അപ്പോൾ സ്കൂൾ കുട്ടികളുടെ, നഴ്സറി സ്കൂൾ കുട്ടികളുടെ പ്രകൃതം എന്ന് വെച്ചാൽ അവരുടെ നേച്ചർ. എന്താണ് അവരുടെ നേച്ചർ? എന്ത് കണ്ടാലും കൗതുകത്തോടുകൂടി നോക്കുക, എന്ത് കണ്ടാലും അതിനെ അനുകരിക്കാൻ നോക്കുക, അതിനെ ആശ്ചര്യത്തോടുകൂടി നോക്കുക, അതിനെ തൊട്ടറിയാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഇതൊക്കെ കുട്ടികളുടെ, ഒരു പാത്രം കമഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് നിവർത്തി നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ കുട്ടികളിൽ ഒരുപാട് അടിസ്ഥാനപരമായ പ്രകൃതങ്ങളുണ്ട്, നേച്ചറുണ്ട്. ഈ നേച്ചർ പരിഗണിച്ചായിരിക്കണം നമ്മൾ നഴ്സറി വിദ്യാഭ്യാസം നൽകേണ്ടത്. പഠനം ശിശു കേന്ദ്രീകൃതമാകണം. മാത്രവുമല്ല, അത് ചൈൽഡ് സെന്റേഡ് ആയിരിക്കണം. ടീച്ചർമാർക്ക്, ഇപ്പൊ നിങ്ങൾ നഴ്സറി സ്കൂൾ ടീച്ചർ ആകാൻ വേണ്ടി പോവുകയാണ്, അവിടെ നിങ്ങൾ ടീച്ചറിന് ഒരു അതിന് സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ആളായിട്ട് മാത്രം ഇരിക്കണം. കുട്ടികളെ സംരക്ഷണം നിങ്ങൾ നോക്കണം, അവരുടെ ആരോഗ്യ സംരക്ഷണം നിങ്ങൾ നോക്കണം, അവർ വഴിതെറ്റിപ്പോകാതെ നിങ്ങൾ നോക്കണം, അവർക്ക് എന്തെങ്കിലും അപകടം പറ്റാതെ നോക്കണം. ചിലപ്പോൾ കുട്ടികൾ വിസിലൂതി കളിക്കുന്നുണ്ടാവും, അപ്പോൾ വിസിൽ വിഴുന്നു പോകാതെ നോക്കണം. പന്ത് കൊണ്ട് കളിക്കുന്നുണ്ടാവും, പന്ത് മറ്റൊരാളുടെ തലയിൽ പോയിട്ട് ഹിറ്റ് ചെയ്യാതെ നിങ്ങൾ നോക്കണം. ഇങ്ങനെ നിങ്ങൾ പുറത്തു നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കണം. മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസം, നിങ്ങളുടെ ഭാഷയിൽ കൂടിയുള്ള വിദ്യാഭ്യാസം, അത് പറ്റില്ല. കാരണം നിങ്ങളുടെ ഭാഷയല്ല കുട്ടിയുടെ ഭാഷ. കുട്ടിയുടെ ഭാഷ എന്ന് പറഞ്ഞാൽ കളിയാണ്. നമ്മുടെ ഭാഷ എന്ന് വെച്ചാൽ ഭാഷയാണ്. എന്നാൽ കുട്ടികളുടെ ഭാഷയാണ് കളി. അപ്പോ നിങ്ങൾ ഏതിൽ കൂടിയായിരിക്കണം പഠിപ്പിക്കേണ്ടത്? ഭാഷയിൽ കൂടിയല്ലേ പഠിപ്പിക്കേണ്ടത്? അതെ. അപ്പൊ കുട്ടികളുടെ ഭാഷ എന്താണ്? കളിയാണ്. അപ്പോ നിങ്ങൾ പഠിപ്പിക്കേണ്ടത് ഏത് രീതിയിൽ കൂടിയാണ്? കളിയിൽ കൂടിയാണ് പഠിപ്പിക്കേണ്ടത്, അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ നഴ്സറി സ്കൂൾ പൂമുഖത്ത് ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു മാപ്പ്
വരക്കാം. ഭൂമിയിലെ, ഞാൻ പറയുന്ന നിലത്ത്, കേരളം, അതായത് ഒരു 2 മീറ്റർ 3 മീറ്റർ നീളത്തിൽ കേരളത്തിന്റെ ഒരു ടോട്ടൽ മാപ്പ് വരക്കുക. എന്നിട്ട് അതിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾ വിവിധ നിറങ്ങളിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നിങ്ങളും ഒരു കുട്ടിയും തിരുവനന്തപുരത്ത് നിൽക്കുക. ഓക്കെ, തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റ ചാട്ടം ചാടിയാൽ കൊല്ലം ജില്ലയിലെത്തി. എത്തിയില്ലേ? സംശയമുണ്ടോ? ഇല്ല. അവിടുന്ന് മറ്റൊരു ചാട്ടം ചാടിയാൽ കൊല്ലം ജില്ലയിൽ നിന്ന് നിങ്ങൾ ഒരു ചാട്ടം ഇങ്ങനെ ചാടിയാൽ ആലപ്പുഴ ജില്ലയിലെത്തി. ഓക്കെ, ആലപ്പുഴയിൽ നിന്ന് നിങ്ങൾ മറ്റൊരു ചാട്ടം ചാടിയാൽ എറണാകുളം ജില്ലയിലെത്തി. എറണാകുളം ജില്ലയിൽ നിന്ന് വേറെ ചാട്ടം ചാടിയാൽ ഇടുക്കി ജില്ലയിലെത്തി. പക്ഷേ നിങ്ങൾക്ക് ആലപ്പുഴയിൽ നിന്ന് ഒരു ചാട്ടം ചാടിയാൽ കോഴിക്കോട് എത്താൻ പറ്റില്ല, കണ്ണൂർ എത്താൻ പറ്റില്ല, കാസർഗോഡ് എത്താൻ പറ്റില്ല. അപ്പൊ കുട്ടികളുടെ കളികളിൽ കൂടി നിങ്ങൾ കുട്ടികൾക്ക് കാര്യം പറഞ്ഞു കൊടുത്തു. തിരുവനന്തപുരത്തിൻ്റെ തൊട്ടടുത്താണ് കൊല്ലം സ്ഥിതി ചെയ്യുന്നത്. ആ കൊല്ലത്തിന്റെ മറ്റൊരു ഭാഗത്താണ് ആലപ്പുഴ ജില്ലയുള്ളത്. അതിപ്പുറം നിന്ന് കഴിഞ്ഞാൽ കോട്ടയം ജില്ലയായി. ഇങ്ങനെയുള്ളതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും. മഴ പെയ്യാമെന്ന് വെച്ചോ, സാധാരണഗതിയിലുള്ള ഒരു ചെറിയ മഴ പെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ആ മഴയത്ത് കുട്ടികളുടെ കൂടെ നിങ്ങൾക്ക് നൃത്തം ചെയ്യാം. അപ്പൊ കുട്ടികളുടെ സ്ഥൂല പേശി വികാസം സംഭവിക്കും. ഓക്കെ, ഇനി പാട്ടുപാടി നൃത്തം ചെയ്യാം. ഓക്കെ, അപ്പൊ കുട്ടികളുടെ വാചിക ഭാഷാപരമായ കഴിവ് വർദ്ധിക്കും. മഴയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ കുട്ടികൾക്ക് പാട്ടുകൾ കേൾപ്പിച്ചു കൊടുക്കാം. അപ്പൊ കുട്ടികളുടെ ഭാഷാപരമായ കഴിവ് വർദ്ധിക്കും. ഇനി മഴയത്ത് നിങ്ങൾ കുട്ടികളെ ഡാൻസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കുട്ടികളുടെ കായിക ചാലക ശേഷി വികാസം സാധ്യമാകും അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ അവരുടെ കളിയിൽ കൂടി അവരുടെ ഭാഷയിൽ കൂടി നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും. അതാണ് ശിശു കേന്ദ്രീകൃതമാകണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതായത് എപ്പോഴും ഒരു അധ്യാപകൻ ശ്രമിക്കേണ്ടത്, പ്രീ പ്രൈമറി ക്ലാസ്സിലെ അധ്യാപകൻ ശ്രമിക്കേണ്ടത്, ഞാൻ ഈ ഒറ്റ ചോദ്യത്തിനാണ് ഇത്രയും വിശദീകരണം തരുന്നത് കേട്ടോ. സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചാനലിൽ പോയി കഴിഞ്ഞാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന ആളാണ് എന്ന് പറഞ്ഞെന്ന് പോവും എന്നല്ലാതെ മറ്റൊന്നും പറയില്ല നിങ്ങളോട്. ഇതിനെക്കുറിച്ച് വിശദീകരിച്ചൊന്നും പറയില്ല. പക്ഷെ എനിക്കങ്ങനെ പറഞ്ഞാൽ പോരാ, അതുകൊണ്ടാണ്. അപ്പോ ഇവിടെ റൂസോ പറഞ്ഞ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അതായത് ഓപ്ഷൻ ഏതാണ്? പോളോ ഫ്രയർ, പെസ്റ്റലോസി, റൂസോ, ഫ്രോബൽ. ഓക്കെ, ഇതിൽ ഫ്രോബൽ ഒരു ടീച്ചറാണ്. പൗലോ ഫ്രയറും പെസ്റ്റലോസിയും റൂസോയും ഫിലോസഫേഴ്സാണ്, ദാർശനികരാണ്. ഫ്രോബൽ യഥാർത്ഥത്തിലുള്ള ഒരു ടീച്ചറാണ്. കിൻഡർ ഗാർട്ടനിലെ കളി രീതിയിൽ കൂടി പഠനം മുന്നോട്ട് കൊണ്ടുപോയ, അധ്യാപനം മുന്നോട്ട് കൊണ്ടുപോയ ഒരു ടീച്ചറാണ് ആര്? ഫ്രോബൽ, ഓഗസ്റ്റ് ഫ്രോബൽ. നിങ്ങൾക്കറിയാം. പക്ഷെ കളി രീതിയുടെ ഉപജ്ഞാതാവ് ഫ്രോബൽ അല്ല. അതും കൂടി ഇതിൻ്റെ കൂടെ മനസ്സിലാക്കണം. കളി രീതിയുടെ ഉപജ്ഞാതാവ് ഇതാ നോക്കിക്കോളൂ, ഹെൻറി കാഡ്വിൽ. ഇതെല്ലാവർക്കും തെറ്റുന്ന ഉത്തരമാണ്, നിങ്ങൾക്ക് തെറ്റാൻ പാടില്ല. കളി രീതിയുടെ ഉപജ്ഞാതാവ് ഹെൻറി കാഡ്വിൽ കുക്ക്. ഒന്നെൻ്റെ കൂടെ പറയുക, ഹെൻറി കാഡ്വിൽ കുക്കാണ് കളി രീതിയുടെ ഉപജ്ഞാതാവ്. ഓക്കെ, പക്ഷേ ഈ രീതി നഴ്സറി സ്കൂൾ വിദ്യാഭ്യാസത്തിൽ സാർവത്രികമായി പ്രചരിപ്പിച്ചെടുത്തത് നമ്മുടെ ഫ്രോബലാണ്. ഫ്രോബലിന്റെ കിൻഡർ ഗാർട്ടൻ സ്കൂളുകളിലാണ്
ഈ രീതി വളരെ ഭംഗിയായി പ്രചുര പ്രചാരത്തിൽ കൊണ്ടുവന്നത് ഫ്രോബലാണ്. പക്ഷെ ഇതിൻ്റെ ഉപജ്ഞാതാവ് ഫ്രോബൽ അല്ല, ഹെൻറി കാഡ്വെൽ കുക്കാണ്. നിങ്ങൾ ഒരുപക്ഷെ വാങ്ങിയ പഠിച്ച പുസ്തകങ്ങളിലൊക്കെ കളിരീതിയുടെ ഉപജ്ഞാതാവ് ഫ്രോബൽ എന്ന് കണ്ടിട്ടുണ്ടാവും. ദയവേത് അത്തരം തെറ്റുകൾ നിങ്ങൾ പഠിക്കരുത്, അത് ശ്രദ്ധിക്കുക. ഹെൻറി കാഡ്വെൽ കുക്കാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ കുട്ടികളുടെ പ്രകൃതം പരിഗണിച്ചാവണം വിദ്യാഭ്യാസം. ശരി, പഠനം ശിശു കേന്ദ്രീകൃതമാകണം എന്നഭിപ്രായപ്പെട്ടതാര്? ഇതിൻ്റെ ഒക്കെ ഉത്തരം അറിയണമെങ്കിൽ ഈ ആളെ കുറിച്ചൊക്കെ നല്ലൊരു വായന ഉണ്ടായാൽ മാത്രം മതി. ഇപ്പോ റൂസോ പറഞ്ഞൊരു വാചകം ഞാൻ നിങ്ങളോട് പറയാം. റൂസോ പറയുന്നത്, അതായത് ശിശു ഒരു പാഠപുസ്തകമാണ്. കുട്ടി എന്ന് വെച്ചാൽ ശിശു ഒരു പാഠപുസ്തകമാണ്. The child is a textbook. അല്ലേ? ഇപ്പോൾ നമുക്ക് മുണ്ടക്കയിലും ചൂരൽ മലയിലും ഉണ്ടായ ഉരുൾപൊട്ടല് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ടെക്സ്റ്റ് ബുക്കാണ്. അതൊരു പാഠപുസ്തകമാണ്. എന്ന് വെച്ചാൽ അതിൽ നിന്ന് നമ്മൾ ധാരാളം പഠിക്കേണ്ടതുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിൻ്റെ അർത്ഥം. ധാരാളം പഠിക്കേണ്ടതുണ്ട്. നമുക്ക് എങ്ങനെ പ്രകൃതിയെ അതിൻ്റെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്താം, എങ്ങനെ നമുക്ക് പ്രകൃതിയെ ചൂഷണം ചെയ്യാതിരിക്കാം, എങ്ങനെ നമുക്ക് സുസ്ഥിര വികസനം സാധ്യമാക്കാം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളെ ബോധവാന്മാരാക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് മടിക്കയിലെ ചൂരൽമലയിലെ എന്നെയും നിങ്ങളെയും പോലെ പൊലിഞ്ഞ 388 ജീവിതങ്ങൾ. ഞാൻ ഇന്നലെ രാത്രി വരെയുള്ള കണക്കാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ സംസ്ഥാനം പറയുന്നത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരാരും പഠനത്തിനായി അങ്ങോട്ട് പോകണ്ട എന്ന്. യഥാർത്ഥത്തിൽ പഠിക്കേണ്ട കാര്യമാണത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പഠിച്ചാൽ മാത്രമേ നാളെ അങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കാതിരിക്കാം എന്ന് നമുക്ക് തടയാൻ പറ്റൂ. പക്ഷെ നമ്മൾ ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റാണ്. ശാസ്ത്രജ്ഞന്മാരാരും അവിടെ പഠിക്കാൻ വേണ്ടി പോകണ്ട. ശാസ്ത്രജ്ഞന്മാർ അവരുടെ മുൻ പഠന വിവരങ്ങൾ മാധ്യമവുമായിട്ട് പങ്കുവെക്കണ്ട. ആരും ശാസ്ത്രീയമായി അങ്ങോട്ട് ഒരു പഠനത്തിനും പോകേണ്ടതില്ല. ഇങ്ങനെയൊക്കെയാണ് ഒരു സിവിലിയൻ ഗവൺമെന്റ് പറയുന്നത്. അതൊക്കെ കേട്ടിട്ട് എനിക്ക് ആകെ അന്തം വിട്ടു പോവുകയാണ്. നമ്മൾ ഏത് രാജ്യത്താണ് ജീവിക്കുന്നത് എന്ന്. അത് വേറെ വിഷയം. ഞാൻ നിങ്ങളെ ചിന്തിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വിഷയമാണ്. അപ്പോൾ റൂസോ പറഞ്ഞത് ശിശു ഒരു പാഠപുസ്തകമാണ്. അധ്യാപകൻ അതിൻ്റെ ഓരോ പേജും സൂക്ഷ്മമായി വായിക്കണം. ഓക്കെ, എൻ്റെ ഒരു ചോദ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും. എങ്ങനെ? ഞാൻ പറയുന്നത് മുഴുവനും കേട്ട് നിങ്ങൾ തന്നെ ചോദ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്ത്, ശിശു ഒരു പാഠപുസ്തകമാണ്, അധ്യാപകൻ അതിൻ്റെ ഓരോ പേജും സൂക്ഷ്മമായി വായിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതിൻ്റെ അർത്ഥം കുട്ടിയെ നന്നായി മനസ്സിലാക്കണം എന്ന് പറഞ്ഞ ഒരാളാണ്. അധ്യാപകൻ കുട്ടിയെ നന്നായി മനസ്സിലാക്കണം, അധ്യാപകനെ എല്ലാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ കേട്ട് നോക്കിയാൽ ഇത് പറഞ്ഞത് റൂസോ ആയിരിക്കും എന്ന് ഊഹിക്കാം. അറിഞ്ഞില്ലെങ്കിൽ തന്നെ നമുക്ക് ഊഹിക്കാം. സോ ദ ആൻസർ ഈസ് സി. പിന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, ടാഗോർ പറഞ്ഞിട്ടുണ്ട് എന്ത്, നിങ്ങൾ കുട്ടികളോട് സംസാരിക്കുന്നത് അവരുടെ ഭാഷയിലായിരിക്കണം. കാരണം അവർ ജനിച്ചപ്പോഴല്ല നിങ്ങൾ ജനിച്ചത്. നിങ്ങൾ ജനിച്ചു കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞിട്ടാണ് അവർ ജനിച്ചത്. അപ്പോ നിങ്ങളുടെ ഭാഷ അവരുടെ ഭാഷയിലായിരിക്കണം വേണ്ടത്. ഇതേ കാര്യം നമ്മുടെ പ്രൊഫസർ യശ്പാല് അദ്ദേഹത്തിൻ്റെ 93 യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് ലേണിംഗ് വിത്തൗട്ട് ബേർഡനിൽ എടുത്ത് പറയുന്നുണ്ട്. എന്ത്?
പ്രാഥമിക LP, അതായത് ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ പഠനഭാരം എങ്ങനെ കുറക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളുടെ പഠനഭാരം കുറക്കണം, ശരിയാണ്. മാത്രവുമല്ല, കുട്ടികൾക്കുള്ള പാഠപുസ്തകത്തിലെ ഭാഷ പലപ്പോഴും മുതിർന്നവർ ഉപയോഗിക്കുന്ന ഭാഷയാണ് എന്ന് യശ്പാൽ അതിൽ പറയുന്നുണ്ട്. ഏതില്? യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടിൽ 1994 യശ്പാൽ കമ്മിറ്റി, 93 യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടിൽ, ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? കുട്ടികളുടെ ഭാഷയിലായിരിക്കണം അവരുടെ പാഠഭാഗങ്ങൾ ഉണ്ടാവേണ്ടത്. പാഠഭാഗങ്ങൾ എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് അത് മുതിർന്നവരുടെ ഭാഷയാണ്. സോ കുട്ടികൾക്ക് അത് മനസ്സിലാവുന്നില്ല. അപ്പോൾ പാഠപുസ്തകം തയ്യാറാക്കുന്ന കമ്മിറ്റികളുണ്ടല്ലോ, നമ്മുടെ SCERT, അതേപോലെ NCERT, ഇവരൊക്കെ ഇത് ശ്രദ്ധിക്കണം. ആരെയാണോ നമ്മൾ പഠിപ്പിക്കുന്നത് അവരുടെ പ്രകൃതത്തിന് ഇണങ്ങുന്ന ഭാഷയിൽ അവരുടെ നേച്ചറിനും അനുസരിച്ചായിരിക്കണം പാഠഭാഗങ്ങൾ തയ്യാറാക്കേണ്ടത്. ഇതൊക്കെ ഞാൻ ഒരൊറ്റ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് പറഞ്ഞത്. നിങ്ങളിൽ പലരും എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന്. കാരണം ഈ ചോദ്യത്തിൽ കൂടി നിങ്ങൾക്ക് വേറെ ധാരാളം ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടും. ചിലതൊക്കെ ഞാൻ ഈസി ആയിട്ട് പറഞ്ഞങ്ങ് പോവും കേട്ടോ. ഇവിടെയൊക്കെ വിശദീകരണം ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ വിശദീകരണം പറയുന്നു. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ പിടികിട്ടിയല്ലോ? പിടികിട്ടി. ഓക്കെ. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ശരിയായ ജോഡി എന്ന് പറയും കൊമീനിയസ്, ചെക്ക് റിപ്പബ്ലിക്, ചെക്ക്, റൂസോ, ഫ്രാൻസ്, പെസ്റ്റലോസി, സ്വിറ്റ്സർലാൻഡ്, ഇവയെല്ലാം. അതായത് കുറച്ച് ആളുടെ പേര് നഴ്സറി വിദ്യാഭ്യാസവുമായി അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരുടെ പേര്, പിന്നെ അവരുടെ ജന്മദേശം. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഫ്രോബലിന്റെയോ അല്ലെങ്കിൽ മാക്മില്ലൻ സഹോദരിമാരുടെയോ അല്ലെങ്കിൽ മറിയ മോണ്ടിസോറിയുടെയോ പേരൊന്നും ഇവിടെ തന്നിട്ടില്ല. കാരണം നിങ്ങൾക്കറിയാം, ഫ്രോബൽ ഇറ്റലിക്കാരനാണ്, മറിയ മോണ്ടിസോറി ഇറ്റലിയാണ്, അതേപോലെ മാക്മില്ലൻ സഹോദരന്മാർ ബ്രിട്ടനാണ്. ഇതൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ ചോദിച്ചാവുന്നല്ലോ. അല്ല. അപ്പൊ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം? നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കും. നമ്മൾ ഇന്നത് ചോദിക്കൂ എന്ന് ധരിച്ചു വെച്ചുകൊണ്ട് പോകരുത്. ചിലപ്പോൾ നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഓക്കെ. കാരണം ഇതൊക്കെ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതൊരു ജോലിയാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് സർക്കാർ സർവീസിൽ ശമ്പളം കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. അങ്ങനെയാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി. പക്ഷെ ജോലി കിട്ടും. അപ്പോൾ നോക്കൂ, കൊമീനിയസ്, ചെക്ക് റിപ്പബ്ലിക്കാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം. ചെക്ക് പിന്നെ സ്ലോവാക്യ ആയിട്ട് മാറി 2 രാജ്യങ്ങളായി. അന്ന് ചെക്കസ്ലോവാക്യ ആയിരുന്നു. ഓക്കെ. റൂസോ നമുക്കറിയാം, ഫ്രഞ്ച് ഫിലോസഫറാണ്. പിന്നെ പെസ്റ്റലോസി ഒരു തത്വചിന്തകനാണ്, അദ്ദേഹം സ്വിറ്റ്സർലാൻഡുകാരനാണ്. അപ്പോൾ താഴെ പറയുന്നവയെല്ലാം ഇവയെല്ലാം ശരിയാണ്. സോ 5ന്റെ ആൻസർ ഡി. 6, ചേരും പടി ചേർക്കുക. നോക്കൂ, എ കോളത്തിൽ 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്, ബി കോളത്തിൽ 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ചേരുംപടി ചേർക്കണം. ജനാധിപത്യ വിദ്യാഭ്യാസം, വീട് വിട്ടാൽ മറ്റൊരു വീട്. ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് വീട് വിട്ടാൽ മറ്റൊരു വീട്. നഴ്സറി സ്കൂളിനെ കുറിച്ച് പറഞ്ഞതാണ് ഒരാൾ. നമ്മുടെ വീട് വിട്ടാൽ പിന്നെ നമ്മൾ പോകുന്നത് സ്കൂളിലേക്കല്ല, മറ്റൊരു വീട്ടിലേക്കാണ് പോകുന്നത്. മനസ്സിലായില്ലേ? സാധാരണഗതിയിൽ ആൾക്കാർ പറയും നമ്മൾ സ്കൂളിൽ നഴ്സറി പോയിന്ന്. അല്ല, അവൻ മറ്റൊരു വീട്ടിലേക്ക് പോയി. അപ്പൊ വീട് വിട്ടാൽ മറ്റൊരു വീട്. പിന്നെ വികാസവാദികൾ എന്നുള്ള ഒരു സങ്കല്പം, അതായത് നമ്മുടെ നഴ്സറി സ്കൂളുകൾ, പ്രീ പ്രൈമറി സ്കൂളുകൾ, അംഗനവാടികൾ, പിന്നെ ക്രഷ്, ഇതിനെയൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സങ്കല്പം, വളരെ
ഒരു ഇന്ത്യൻ സങ്കല്പമാണ്. അത് ആരുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. പിന്നെ നിരീക്ഷണമാണ് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം. വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒബ്സർവേഷനാണ്. പഠിക്കലോ മനസ്സിലാക്കലോ എഴുതുകയോ ഒന്നുമല്ല. ചുറ്റുപാടുകളെ നിരീക്ഷിക്കുന്നത് വഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി പറ്റും. അപ്പം നിരീക്ഷണമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം, അല്ലേ? ഓക്കെ. എല്ലാത്തിൻ്റെയും, അത് വിദ്യാഭ്യാസത്തിൻ്റെ മാത്രമല്ല. ആദ്യം എന്താ ചെയ്യുന്നത്? നമ്മൾ മടിക്കയിലും പിന്നെ ചൂരൽമലയിലും പിന്നെ നമുക്ക് ഉരുൾപൊട്ടലുണ്ടായി. അവിടെ പോയിട്ട് ആ പ്രദേശം നിരീക്ഷിക്കൂ. നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രമേ പിന്നെ പഠനത്തിലേക്ക് പോകാൻ വേണ്ടി പറ്റൂ, പ്രവർത്തനത്തിലേക്കും പോകാൻ വേണ്ടി പറ്റൂ. അപ്പോൾ നിരീക്ഷണമാണ് പഠനത്തിലേക്കും പ്രവർത്തനത്തിലേക്കും നയിക്കുന്നത്, അല്ലേ? ഓക്കെ. അപ്പോൾ നോക്കൂ, ജനാധിപത്യ വിദ്യാഭ്യാസം ആരുടെ ആശയമാണെന്നില്ലാണ്. ഈ ജനാധിപത്യ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കണം, നമ്മുടെ ജോൺ ഡ്യൂയി ഉണ്ടല്ലോ, ഒരു തത്വചിന്തകനാണ്. ഓക്കെ. അദ്ദേഹം ഒരു തത്വചിന്തകൻ എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസ ദാർശനികൻ കൂടിയാണ്. പ്രാഗ്മാറ്റിസത്തിൻ്റെ വക്താവാണ്. ജീവിതമാണ് വിദ്യാഭ്യാസം, ജീവിച്ച് പഠിക്കലാണ് വിദ്യാഭ്യാസം, പ്രോജക്റ്റ് രീതിയിലുള്ള പഠനമാണ് ആവശ്യം എന്നൊക്കെ പറഞ്ഞ ഒരാളാണ് ആര്? ജോൺ ഡ്യൂയി. അപ്പോൾ ജനാധിപത്യ വിദ്യാഭ്യാസം എന്നുള്ളത് ജോൺ ഡ്യൂയിയുടെ ആശയമാണ്. 2, വീട് വിട്ടാൽ മറ്റൊരു വീട്. വീട് വിട്ടാൽ മറ്റൊരു വീട് എന്നുള്ളത് നമ്മുടെ ബ്രിട്ടനിലെ റേച്ചൽ മാക്മില്ലൻ, മാർഗരറ്റ് മാക്മില്ലൻ, 2 സഹോദരിമാര്. അവരുടെ പേര് മാർഗരറ്റ് ആൻഡ് റേച്ചൽ. അതാണ് മാക്മില്ലൻ സഹോദരിമാർ. ഓക്കെ. അപ്പൊ വീട് വിട്ടാൽ മറ്റൊരു വീട് എന്നുള്ളത് ആരുടെ ആശയമാണ്? വീട്. ഇനി വികാസവാദികൾ, അതായത് പണ്ട്, അതായത് ഒരു മോണ്ടിസോറി ഇന്ത്യയിൽ വരുന്നത് എനിക്ക് തോന്നുന്നു 1850 മുമ്പാണ്. മറിയ മോണ്ടിസോറി ഇറ്റലി, മറിയ മോണ്ടിസോറി ഇറ്റലിക്കാരിയാണ്. പക്ഷെ മറിയ മോണ്ടിസോറി ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട 2 ആളുകൾ, ഒന്ന് ഗിജുഭായ് ബദേക്ക, ഗിജുഭായ് ബദേക്ക. ഓക്കെ. അതേപോലെ താരാഭായ് മോദക് തുടങ്ങിയവരൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഈ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം, ഔപചാരികമായ രീതിയിലുള്ള പ്രീ പ്രൈമറി വിദ്യാഭ്യാസമല്ല, നഴ്സറി വിദ്യാഭ്യാസം, ക്രഷ്, CHRECHE, ക്രഷ്. ഓക്കെ. അതായത് അച്ഛനമ്മമാർ കുട്ടികളെ തൽക്കാലത്തേക്ക് ഉണ്ടാക്കുന്ന സ്ഥലം, ക്രഷ്. അതേപോലെ നഴ്സറി സ്കൂളുകൾ, അംഗനവാടികൾ, അന്ന് അംഗനവാടികൾ എന്ന പേരുണ്ടായിരുന്നത്. അപ്പോൾ ഈ അംഗനവാടികളെയും ക്രഷയെയും അതേപോലെ പ്രിപ്പറേറ്ററി സ്കൂളുകളുണ്ട്. ഓക്കെ. ഇന്നാണ് അതിന് പ്രീ പ്രൈമറി സ്കൂൾ എന്ന് പേര് വന്നത്. പിന്നെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിൻ്റെ കീഴിൽ നഴ്സറി സ്കൂളുകളുണ്ട്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ. ക്രഷ് പക്ഷേ ഒരു പഴയ സങ്കല്പമാണ്. അവിടെ പഠനവും കാര്യങ്ങളും നടക്കുന്നില്ല, ചെറിയ തോതിലേ നടക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഗിജുഭായ് ബദേക്കയെ നമ്മൾ പറയുന്ന ഇന്ത്യൻ നഴ്സറി വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നാണ്. ഗിജുഭായ് ബദേക്ക പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ. അതുകൊണ്ട് ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഓർത്തു വെക്കുക, ഗിജുഭായ് ബദേക്ക. പിന്നെ ഉള്ളത് താരാഭായ് മോദക്. താരാഭായ് മോദകാണ് ഈ ക്രഷ്, അതേപോലെ തന്നെ പ്രിപ്പറേറ്ററി സ്കൂൾ, പിന്നെ അംഗനവാടികൾ, ഇതിനെയൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു സങ്കല്പം ഉണ്ടാക്കി. അതിൻ്റെ പേരാണ് ഈ വികാസവാദികൾ. അപ്പം വികാസവാദികളെ നമ്മൾ രണ്ടുമായിട്ട് ബന്ധപ്പെടുത്തും. പിന്നെയുള്ളത്
നിരീക്ഷണമാണ് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം. അത് പെസ്റ്റലോസി പറഞ്ഞത്. അപ്പോ ജനാധിപത്യ വിദ്യാഭ്യാസം A3 വീട് വിട്ടാൽ മറ്റൊരു വീട് B1, വികാസവാടികൾ C2, D4. മനസ്സിലായില്ലേ? അതായത് 3, 1, 2, 4. 3, 1, 2, 4. 3, 1, 2, 4. ഇതാണ് എൻ്റെ ഉത്തരം. അപ്പോ ഇത് വലിയ വലിയ പരീക്ഷകൾക്കൊക്കെ ഇങ്ങനെ ചേരുമ്പടി ചേർക്കാൻ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്, LP UP പരീക്ഷകൾക്കൊക്കെ. പക്ഷെ നമ്മുടെ നഴ്സറി സ്കൂൾ ടീച്ചർ പരീക്ഷയിൽ ഇങ്ങനെ ചോദിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചോദിക്കാം. കാരണം ഇപ്പോൾ ടഫായ ചോദ്യങ്ങൾ ചോദിച്ച് നല്ല ആളെ വേണം എന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥാപനമാണ് PSC എങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു ചോദ്യത്തിൽ കൂടി മനസ്സിലായി. ജനാധിപത്യ വിദ്യാഭ്യാസം ആരുടെ സംഭാവന? ആശയം ജോൺ ഡ്യൂയുടെ. വീട് വിട്ടാൽ മറ്റൊരു വീട് മാക്മില്ലൻ സഹോദരിമാർ, ബ്രിട്ടനിലെ മാർഗരറ്റ് റൈച്ചൽ. അതേപോലെ തന്നെ പിന്നെ വീട് വിട്ടാൽ മറ്റൊരു വീട്. പിന്നെ വികാസവാടികൾ എന്ന് വെച്ചാൽ ഈ പഴയ ക്രഷ്, അതേപോലെ തന്നെ പിന്നെ അംഗനവാടികൾ, പിന്നെ ഇതൊക്കെ കൂട്ടിച്ചേർത്തുള്ള ഒരു സങ്കല്പം ഉണ്ടാക്കിയത് താരാഭായ് മോദക്. താരാഭായ് മോദക് വാസ് മോസ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ മോണ്ടിസോറി ഒക്കെ ആയിട്ട് കേട്ടോ. ഇന്ത്യൻ മോണ്ടിസോറി മദർ എന്ന പേരിൽ അറിയപ്പെടുന്നത് താരാഭായ് മോദക് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കും, ഇന്ത്യൻ മോണ്ടിസോറി മദർ എന്നറിയപ്പെടുന്നത് താരാഭായ് മോദക് ആണ്. ഓക്കെ. പിന്നെ നിരീക്ഷണമാണ് ഇതിൻ്റെ അടിസ്ഥാനം, പെസ്റ്റലോസി. ഞാൻ വളരെ ടഫായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇട്ടത്. എന്തുകൊണ്ടെന്നാൽ ടഫായത് നമ്മൾ പഠിച്ചാൽ നമുക്ക് ഈസി ആയത് വളരെ വേഗം എഴുതാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് എൻ്റെ അപ്രോച്ച് എല്ലാത്തിലും അങ്ങനെ തന്നെയായിരുന്നു. കഴിഞ്ഞ LP UP പരീക്ഷയിലും എയിംസിലും അതേപോലെ ഞാൻ പഠിപ്പിച്ച പല സ്ഥാപനങ്ങളിലും എൻ്റെ ഉദ്ദേശം തന്നെ അങ്ങനെയായിരുന്നു. വളരെ ഹൈ ലെവലിൽ പഠിപ്പിക്കുക, സോ ദാറ്റ് ദേ കൻ അറ്റൻഡ് ലോ ലെവൽ ക്വസ്റ്റ്യൻ. ഇവിടെയും ഞാൻ അതന്നെ ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് മലയാള മനോരമയുടെ തൊഴിൽ വീതിയിൽ അതിൻ്റെ ഉള്ളിൽ ഹരിശ്രീ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്ലെറ്റ് ഉണ്ട്. ആ ഹരിശ്രീ ബുക്ക്ലെറ്റിൽ ഞാൻ ഇതിനെക്കുറിച്ച് എഴുതി വരുന്നുണ്ട് കാലങ്ങളായിട്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക കേട്ടോ.